മനുഷ്യന്മാരെ എവിടെ പോകുന്നു എല്ലാവരും? സമ്പത്തു കാലത്തു തൈപത്തു വെച്ചാൽ ആപത്തു കാലത്തു കാപത്തു തിന്നാ. അറിയാവോ? എല്ലാവരും നടക്കുക, ഒരു വഴിയും വീട്ടിൽ ചെയ്യത്തില്ല. അതെ, എൻ്റെ കൃഷിത്തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കും. വെങ്ങാബോണ്ടം തെങ്ങ്, നല്ല ഇനം പേര, അടിപൊളി മാവിൻ വിത്ത്, മൽബറി, നല്ലാങ്കര പ്ലാവിൻ്റെ തൈകൾ ഇപ്രാവശ്യം ഇഷ്ടംപോലെ കായ്ച്ചു. സ്റ്റാർ ഫ്രൂട്ട്, മാങ്ങ പിടിച്ച് തുടങ്ങി. പിന്നെ പാഷൻ ഫ്രൂട്ട് അല്ലയോ നിൽക്കുന്നേ, വീണ് കിടക്കുന്നല്ലോ. പാഷൻ ഫ്രൂട്ട് വിശക്കുന്നതിനും ദാഹിക്കുന്നതിനും കർഷകന് കൂലി. അതാണ് പാഷൻ ഫ്രൂട്ട്. കണ്ടോ, ഇത് കഴിച്ചാൽ മതി, ഒരു ദിവസത്തെ വിശപ്പടങ്ങും. ഇന്നത്തേനുള്ള അധ്വാനം ഇത്രയും മതി, വയസ്സായില്ലയോ. ഇതിന്റെ ഒക്കെ ഉദ്ദേശമേ നമ്മുടെ ശരീരത്തുണ്ടാവുന്ന ഈ അസുഖങ്ങളെല്ലാം വിഷം കലർന്ന ആഹാരം കഴിച്ചും ഒക്കെയാണ്. അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തിയാൽ മതി. അതായത് ആശുപത്രിയുടെ മുമ്പിൽ ട്രെയിൻ നിൽക്കുന്ന പോലെ ക്യൂ നിൽക്കുന്ന ജനത്തെ കാണുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. കാർഡ് വാങ്ങാൻ, രാവിലെയുള്ള ID കാർഡ് വാങ്ങി വേണം ഡോക്ടറെ കാണാൻ. അതിനൊക്കെ പരിഹാരമുണ്ടാവും. അതിനൊക്കെ അല്പസ്വല്പം അധ്വാനം വേണം. വിഷം കലർന്ന ആഹാരം കഴിച്ച് മടുത്തു വാസ്തവത്തിൽ. അപ്പോൾ നമ്മുടെ പുരയിടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടുകാർക്കും നമുക്കും ഭക്ഷണയോഗ്യമായ ആഹാരം കഴിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. പൈസയെങ്കിലും അധ്വാനിക്കാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ്. ആശുപത്രിക്കാരെ വളർത്തണ്ടല്ലോ. ഈ എൻ്റെ ഈ കൃഷിത്തോട്ടം ഞാൻ തന്നെ കുറേശ്ശെ ഓരോ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളും മൽബറിയും സ്റ്റാർ ഫ്രൂട്ടും എൻ്റെ പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവ് തൈ, അതിനകത്ത് ഇഷ്ടംപോലെ പ്രാവശ്യം കായ്ച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനുഷ്യന് നമുക്കെല്ലാം ആകാവുന്നതാ. സ്റ്റാർ ഫ്രൂട്ട് വീണ് കിടക്കുന്നത് കണ്ടോ, ഇഷ്ടംപോലെ കായ്ച്ചു ഈ വർഷം. ഇനി ഇത് ഒരു നെല്ലിയാണ്, അതും ഇഷ്ടംപോലെ കായ്ച്ചു. അപ്പോഴേ എന്തെങ്കിലും പോയി ഇനി വിശപ്പിന് കഴിക്കാം. രാവിലെ ഇറങ്ങിയതാ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വഴിക്ക് ഈ കർഷക വൃത്തിയിൽ ഏർപ്പെടണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഇവിടെ വന്ന് സന്ദർശിക്കാം. എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. പാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ കായ്ച്ചു കിടപ്പുണ്ട്. ഓക്കെ, ബായ്.